ഒരു ഭൂമി കച്ചവടം ഹൈക്കോടതി പൊളിച്ചു എന്ന് വേണം പറയാൻ. അതായത് ഹൈക്കോടതി ചോദിച്ച 1-2 ചോദ്യമേ ഉള്ളൂ. ശബരിമല വിമാനത്താവളം, നമ്മളെല്ലാം വിചാരിക്കും ഒരു വിമാനത്താവളം എന്ന് പറഞ്ഞാൽ നാടിൻ്റെ വലിയൊരു വികസനമാണ്. ശബരിമലയിൽ ഒരു വിമാനത്താവളം അതൊരു വൈകാര്യമായ വിഷയമാണ്. ആ ശബരിമല വിമാനത്താവളം വന്നാൽ എന്താ അറിയാൻ വയ്യാത്തൊരു ചോദ്യം. ഇപ്പം ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റ് ചെറുകിള എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റിൻ്റെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അന്നൊരു IAS കാരനെയും കൊണ്ട് നടത്തിയ സർവേ തർക്കം വന്നപ്പോൾ ആ ഭൂമി തട്ടിയെടുത്തതാണെന്നുള്ള രേഖ വളരെ കൃത്യമായിട്ട് കൊടുത്തതാണ്. അതായത് ഈ പറയുന്ന KP യോഹന്നാൻ്റെ ഉടമസ്ഥതയുള്ള ബില്ലി വിജേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള ഇത് 2570 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലം തർക്കത്തിലാണ്, അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാത്തതാണ്, സാധാരണ ഒരുത്തിനെ കൊണ്ട് മേടിക്കാൻ പറ്റാത്തതാണ്. ഭൂമിക്കകത്തൊരു തർക്കം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ചെറിയ പ്രശ്നം വന്നാൽ ആരും പൈസ മുടക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു കൊള്ളയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതാണോ ശബരിമല വിമാനത്താവളം എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം ഈ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്നാൽ സർക്കാരിന് ഒരു ഓർഡർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ നിലവിൽ നിൽക്കുന്ന കേസുകളെല്ലാം ഫാൾസ് ആവും. അപ്പം ഇതിനകത്ത് സർക്കാർ പറയുന്നത് 2000 കോടി രൂപയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നു. സാറിൻ്റെ പേരിൽ ശകലം ഭൂമിയുണ്ട്, അതിനകത്ത് ശകലം പ്രശ്നമുണ്ട്, സാറിൻ്റെ അല്ലാതായിട്ട് ഇരിക്കുകയാണ്, സാർ അതിനകത്ത് കയറി താമസിക്കുകയാണ്, ആ ഭൂമി ഫ്രീ ആക്കി തന്നിട്ടിടേ എനിക്ക് 10-200 തന്നേക്കാം, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയേക്കാം എന്നുള്ള രീതിയിൽ ഇത് കേരളത്തിന് പുറത്തൊരു കച്ചവടം നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.